പ്രിയപ്പെട്ടവരെ, ലൈറ്റ് വേർഡ്സിലേക്ക് സ്വാഗതം. വെട്ടത്തേക്കാൾ കൂടുതൽ ഇരുട്ട് നിറച്ചു വച്ചിരിക്കുന്ന ഒരു നോവലിലേക്കാണ് ഇത്തവണത്തെ വെട്ടത്തിൻ്റെ യാത്ര. ഭാർ ലാഖെർക്വിസ്റ്റ് സ്വീഡിഷ് എഴുത്തുകാരനാണ്. അദ്ദേഹം 1950 എഴുതിയ ബറാബാസ് എന്ന നോവൽ 1951 നോബൽ സമ്മാനിതമായ വളരെ സങ്കീർണത നിറഞ്ഞ ആഴങ്ങളുള്ള ഇരുട്ടും വെട്ടമൊക്കെ നിഴലിക്കുന്ന ഒരു നോവലാണിത്. ഇതിലൂടെ യാത്ര നടത്തുക എന്ന് പറയുന്നത് ശരിക്കും ഫിലോസഫിക്കലായിട്ട് തുറന്ന മനസ്സോടുകൂടി തുറന്ന ഹൃദയത്തോടെയുള്ള യാത്ര നടത്തുക എന്ന് തന്നെയാണ് അർത്ഥം. അതിന് തയ്യാറാവണം. അപ്പോൾ അല്പം അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ജേണി നടത്തുവാൻ തയ്യാറാണോ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി എന്ന ചോദ്യം ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിയൽ അഡ്വഞ്ചറസ് ജേണി. ഷോപ്പൻഹോഫർ ഇങ്ങനെ എഴുതി, ഏറ്റവും അരികിലേക്കുള്ള യാത്രയാണ് ഏറ്റവും അകലേക്കുള്ള യാത്ര. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ യാത്ര നടത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ എത്ര നടന്നാലും എത്തിച്ചേരില്ല. കണ്ടെത്തിയതൊന്നും യാഥാർത്ഥ്യങ്ങളല്ലെന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയും, പിന്നെ വീണ്ടും തിരയും, വീണ്ടും നടക്കും. അവസാനം നിങ്ങൾ എത്തി ഏതോ ഒരു ലോകത്ത് വന്നു നിൽക്കുന്നു. നിങ്ങൾക്ക് അജ്ഞാതമായൊരു ഭൂപടമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത കോണ്ടിനെൻ്റ് നിങ്ങൾ തന്നെയായിരിക്കും. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ കാര്യം. ഇനി ബറാബാസിൻ്റെ ജീവിതം നോക്കിക്കാണുകയാണ് ഈ സ്വീഡിഷ് എഴുത്തുകാരൻ. ബറാബാസ് നമുക്കറിയാം, കർത്താവിൻ്റെ പകരക്കാരനായി വന്നയാളാണ്, പകരക്കാരനായി രക്ഷിക്കപ്പെട്ടയാളാണ്. നീതിമാനെ മരണത്തിന് ആൾക്കൂട്ടം ഏൽപ്പിച്ചു കൊടുത്തു. അത്രയ്ക്ക് നീതിയില്ലാത്ത ഒരാളെ ജീവിതത്തിലേക്ക് തള്ളിവിട്ടു. അവർ ബറാബാസിനെ ജയിപ്പിച്ചതല്ല, കർത്താവിനെ തോൽപ്പിച്ചതാണ്. ഈ ഒരു ചിന്ത ജീവിതത്തിലുടനീളം ഇയാൾക്കുണ്ട്. ഇയാൾ ഏകാന്ത യാത്ര നടത്തുമ്പോഴൊക്കെ ഒന്ന് കുറ്റബോധം ഇയാളെ വല്ലാതെ കുരിശിലേക്ക് വീണ്ടും വീണ്ടും ആണിയിടിച്ചിടുന്നുണ്ട്. 2, ഇയാളുടെ ഉള്ളിൽ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള നിരന്തര സമരമുണ്ട്. 3, ദൈവത്തിന് പൂർണ്ണമായി അയാളെ തന്നെ അടിയറ വെക്കുവാൻ അയാളുടെ റിബല്ലിയസ് നേച്ചർ സമ്മതിക്കുന്നില്ല. 4, കടുത്ത ഏകാന്തതയുടെ ഇരുട്ടിലാണ് അയാൾ. ഇരുട്ടത്ത് തപ്പിത്തടയുന്ന ഒരു മനുഷ്യനെ പോലെയാണ് അയാളെ തന്നെ കാണുക. ഏറ്റവും അവസാനം ഇയാൾ കുരിശിലേറ്റപ്പെടുന്നുണ്ട്. കുരിശിലേറുന്ന സമയത്തും കുരിശിൽ പിടയുന്ന സമയത്തും കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് നേരെ എതിർദിശയിലെ വാക്കുകളാണ് ഇയാൾ ഉപയോഗിക്കുക. ഇരുട്ടെ, എൻ്റെ ആത്മാവിനെ ഞാൻ നിനക്ക് ഭരമേൽപ്പിക്കുന്നു. ഒരു ശൂന്യതയിൽ തുടങ്ങി ശൂന്യതയിൽ അവസാനിക്കുന്ന ഒരു ജീവിതം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈറ്റ് കൊത്തി നിറച്ച ലൈറ്റ് റീഡിങ്ങിനെ പറ്റിയൊരു പുസ്തകമേ അല്ല ഇത്. ഇതിൽ ഡാർക്ക്നെസ്സാണ് കൊത്തി നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലൈറ്റ് റീഡിങ്ങിന് പറ്റില്ല. പക്ഷേ ഇത് നമ്മളെ തന്നെ ഒന്ന് കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം എന്നെ ഒന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കണം. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എപ്പോഴും നോക്കാറുണ്ടോ? പുറക്കണ്ണുകൊണ്ടല്ല, അകക്കണ്ണുകൊണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു യൂദാസിൻ്റെ സാന്നിധ്യമില്ലേ? നിങ്ങളുടെ ഉള്ളിൽ ഒരു ബറാബാസിൻ്റെ സാന്നിധ്യമില്ലേ? അകത്തൊരു പത്രോസില്ലേ? ഒരു ക്രിസ്തു സാന്നിധ്യവും സാധ്യതയുമില്ലേ? ഉണ്ട്. ഇനി ഏത് സാധ്യതയിലേക്കാണ് നിങ്ങൾ കൂടുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈയിടെയായിട്ട്? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. കാരണം നമ്മൾ പുറത്തേക്കൊക്കെ യാത്ര നടത്തുമ്പോഴും അകത്തേക്ക് യാത്ര നടത്താൻ മടിക്കുന്നവരാണ്. അതുകൊണ്ട് വലിയ ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റൈൻ മരിക്കാൻ കിടക്കുമ്പോൾ മരണക്കിടക്കയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുവെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. അനധിവിദൂരങ്ങളായ നക്ഷത്രങ്ങളിലേക്ക് യാത്ര നടത്തിയ ഏതൊരു ഭൗമസഞ്ചാരിയെ പോലെയാണ് ഞാൻ.
പക്ഷേ ഏറ്റവും അരികിലത്തെ താരകത്തെ അറിയാൻ ഞാൻ മറന്നുപോയി. ഞാനായിരുന്നു ഏറ്റവും അരികിലത്തെ താരകം. നമ്മൾ നമുക്ക് തന്നെ ഒരു ആത്മകഥ ശീർഷകം എഴുതുകയാണെങ്കിൽ ഞാൻ അറിയാതെ പോയ ഏറ്റവും അരികിലത്തെ താരകം എന്ന് പേരിടേണ്ടി വരും. അപ്പോൾ സ്വയം ഒന്ന് ചോദിക്കുക, ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട്, ഞാൻ എന്തിനോടാണ് കൂടുതൽ സാദൃശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഏത് സാമീപ്യത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? യൂദാസിലേക്കാണോ, ബറാബാസിലേക്കാണോ, ക്രിസ്തുവിലേക്കാണോ? ആദ്യത്തെ ചോദ്യമാണ്. രണ്ടാമത്, ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ നിർവചിക്കും? ഈ ബറാബാസ് ജീവിതത്തെ നിർവചിക്കുന്നത് ഇരുട്ടിൻ്റെ ഒറ്റക്കുള്ള യാത്ര. ഇരുട്ടിൽ തുടങ്ങി ഇരുട്ടിൽ അലിഞ്ഞ് ഇരുട്ടിലേക്കുള്ള യാത്ര. ഇതൊരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ്, അബ്സേർഡിസ്റ്റ് ചിന്താഗതിയാണ്. എക്സിസ്റ്റൻഷ്യലിസ്റ്റുകൾ, അസ്തിത്വവാദികൾ എന്താ പറയുന്നത്? ജീവിതം എന്ന് പറയുന്ന ഒരു ശൂന്യതയാണ്. ചങ്ങമ്പുഴ ഇങ്ങനെ എഴുതി വെച്ചു: എന്താണ് ഈ ജീവിതം? അവ്യക്തമാം ഒരു സുന്ദരമായ വളകിലേക്കം, സംഗീതത്തുന്തിലം, നൈമിഷികോർജ്ജലം, പിന്നെയോ ശൂന്യം, പരമശൂന്യം. എക്സിസ്റ്റൻഷ്യലിസ്റ്റുകൾ അങ്ങനെയാണ് പറയുക. അബ്സേർഡിറ്റിയാണ്. വെയിറ്റിംഗ് ഫോർ നോ ബഡി എന്ന് പറയുന്ന തരത്തിലാണ് അവർ. വെറുതെ ഇങ്ങനെ കാത്തിരിപ്പ്. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നത്? ഒന്നിനും വേണ്ടിയല്ല, ആർക്കും വേണ്ടിയല്ല, എന്നിട്ടും വെയിറ്റിംഗ്. അതുകൊണ്ട് എക്സിസ്റ്റൻഷ്യലിസ്റ്റുകൾ മരിക്കാൻ കിടക്കുമ്പോൾ അവരെന്താ പറയുക? അബ്സേർഡിറ്റി കഴിഞ്ഞു, അസംബന്ധ നാടകം കഴിഞ്ഞു, കർട്ടനിടുക. ഒരാൾ അങ്ങനെയാണ് മരിക്കുന്നിടത്ത് പറഞ്ഞത്. അസംബന്ധ നാടകമാണോ നിങ്ങളുടെ ജീവിതം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഇതിനപ്പുറത്തേക്ക് ആളുകൾ അർത്ഥം കണ്ടെത്തിക്കൊണ്ടാണ് ജീവിതത്തെ സുന്ദരമാക്കി മാറ്റുക. നിങ്ങൾക്കൊന്നുകിൽ കല്ലറ പോലെ ജീവിക്കാം, പുറത്ത് വെറുതെ വെള്ളപൂശിയാൽ മാത്രമേ ജീവിച്ചു പോകാൻ പറ്റൂ. അല്ലെങ്കിൽ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റവനെ പോലെ ജീവിക്കാം. ഏതാണ് നിങ്ങളുടെ ചോയ്സ്? ഈ നോവലിലെ പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് കല്ലറ പോലെ ജീവിക്കാം, അല്ലെങ്കിൽ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഉദ്ധിതനെ പോലെ ജീവിക്കാം. ഉദ്ധിതൻ ലോകത്തിൻ്റെ മുഴുവൻ ഉയർപ്പാണ്. അങ്ങനെയാണോ ഞാൻ? അല്ലെങ്കിൽ ഏത് നിമിഷവും ഞാൻ എന്നെ തന്നെ കല്ലറയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണോ? അകത്ത് ദുർഗന്ധം, മലീമസത, ജീർണത, പുറത്ത് താൽക്കാലികമായ വെള്ളയടിക്കുന്ന അവസ്ഥകൾ. ഇതാണോ അവസ്ഥയെന്ന് ചോദിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, ഹൗ യു ഡീൽ വിത്ത് യുവർ റിഗ്രറ്റ്. കാരണം ഇവിടെ ബറാബാസ് ഒരു സാധാരണ മനുഷ്യനാണ്. അയാൾക്ക് കുറ്റബോധമുണ്ട്. പക്ഷേ കുറ്റബോധം ഇപ്പോൾ കാട്ടുകടുത്ത റിഗ്രറ്റായി മാറിക്കഴിഞ്ഞു. ഈ കുറ്റബോധം നല്ലതാണ്, പക്ഷെ കുറ്റബോധം അതിര് വിട്ട് കഴിയുമ്പോൾ അത് നിങ്ങളെ നശിപ്പിക്കും. സുവിശേഷങ്ങളിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് തള്ളിയിടുന്ന, നിങ്ങളെ ചങ്ങലക്കിടുന്ന, നിങ്ങളെ കല്ലറയിൽ ആക്കുന്ന, നിങ്ങളെ മൗനിയാക്കുന്ന, നിങ്ങൾക്ക് വസ്ത്രം നിഷേധിക്കുന്ന, പാർപ്പിടം നിഷേധിക്കുന്ന പിശാചിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതാരാണ്? റിഗ്രറ്റ് അല്ലേ? ആലോചിച്ച് നോക്കുക. ആളുകളുടെ മുമ്പിൽ തള്ളിയിടുന്നത് നിങ്ങളുടെ റിഗ്രറ്റാണ്. എനിക്ക് അങ്ങനെ ആകാമായിരുന്നു, ഇങ്ങനെ ആകാമായിരുന്നു, അങ്ങനെ ആകാൻ പറ്റിയില്ല, ഇങ്ങനെ ആകാൻ പറ്റിയില്ല. ഈ റിഗ്രറ്റ് എന്നെ കേൾക്കുന്ന പലർക്കും ഉണ്ടാകാം. അപ്പോൾ റിഗ്രറ്റ് ചുമന്ന് നിങ്ങൾ പിശാചി ബാധിതനെ പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലരും ഭൂതകാലത്ത് കഴിക്കണേ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകില്ലായിരുന്നു, അങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ എപ്പോഴും പാസ്റ്റിൽ ഒരു സ്കാനിങ് നടത്തിയിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കുരിശിൽ തൂക്കി ഇരിക്കുകയാണ്. ഇനി പുതിയ കുരിശിൽ നിങ്ങളെ തന്നെ നിങ്ങൾ തൂക്കിയിടുമ്പോൾ കൂടെയുള്ളവരും കുരിശിലേക്ക് കയറ്റപ്പെടുവാൻ വെറുതെ നിർബന്ധിതരാക്കപ്പെടുകയാണ്. ആണി നിങ്ങളുടെ നെഞ്ചിലേക്ക് മാത്രമല്ല, നിങ്ങളുടെ കൈകാലുകളിലേക്ക് മാത്രമല്ല നീളുന്നത്, കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്കും നീട്ടപ്പെടുന്നുണ്ട്. അത് നമ്മളെപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ റിഗ്രറ്റ് ഒരുപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഒരവസ്ഥയിലേക്ക് നയിക്കും. ബറാബാസ് അവസാനം വരെ പറയുന്നതാണ്, ഇരുട്ടെ ഞാൻ എന്നെ നിനക്ക് സമർപ്പിക്കുന്നു. അയാൾ ഇരുട്ടിനോടാണ് സംസാരിക്കുന്നത്. സ്വയം അയാൾ വിളിക്കുന്നത് എങ്ങനെയാണ്? ആൻഡ് ലോൺലി സോൾ ഇൻ ദ ഡാർക്ക്നെസ്, ആൻഡ് ലോൺലി സോൾ ഇൻ ദ തിക്ക് ഡാർക്ക്നെസ്. കനത്ത ഇരുട്ടിലെ ഒറ്റപ്പെട്ട ആത്മാവ്. കർത്താവ് എങ്ങനെയായിരുന്നു? ആലോചിച്ച് നോക്കുക. കർത്താവിന് ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളുണ്ട്. പക്ഷേ കർത്താവ് എപ്പോഴും ആൾക്കൂട്ടത്തെ നയിക്കുന്ന ആളാണ്. ആൾക്കൂട്ടത്തിലുണ്ട്. ഈ ആൾക്കൂട്ടം മുഴുവനും കർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കർത്താവ് ആൾക്കൂട്ടത്തെ സ്നേഹിച്ചു. കാരണം കർത്താവ് ആൾക്കൂട്ടത്തിൽ ഇപ്പോൾ ഒരാളിനെ കണ്ടെത്തി, ആ വ്യക്തിയെ ഉള്ളിൽ സ്വീകരിച്ചു. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ബറാബാസ് ആളിൽ പോലും ഒരു ആൾക്കൂട്ടത്തെ കണ്ടെത്തുകയാണ്, പേടിപ്പെടുത്തുന്ന ഒരാൾക്കൂട്ടത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എപ്പോഴും റിഗ്രറ്റാണ്.
ഇനി അടുത്ത ഒരു പോയിൻ്റ്, ഇദ്ദേഹം പറയുന്നത് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, നീതിമാൻ എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് ഞാൻ കുറ്റബോധം കൊണ്ട് നീറി മരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഒരുപാട് കുറ്റബോധത്തോടു കൂടി നോക്കിക്കാണേണ്ട ആവശ്യമില്ല. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഇനി എൻ്റെ ജീവിതം കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ജീവിതമായി മാറണം. അങ്ങനെ ചിന്തിച്ച് നോക്കുക. അങ്ങനെ ഒരു ഫിലോസഫി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഒരു പയ്യൻ തിരമാലകൾക്കിടയിൽപ്പെട്ടു, ആപത്കരമായ വിധത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. അപ്പോൾ കടലോരത്തിരുന്ന ഒരാൾ വലിയ ധൈര്യത്തോടു കൂടി ചാടി ഇറങ്ങി ഈ പയ്യനെ രക്ഷിച്ചു. പയ്യൻ കൈകൂപ്പി നിൽക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പയ്യനോട് ഇയാൾ പറഞ്ഞു, നന്ദിയൊന്നും പറയണ്ട, ജസ്റ്റ് ഗോ ഓൺ പ്രൂവിങ് ദാറ്റ് യുവർ ലൈഫ് ഈസ് വർത്ത് സേവ്ഡ്. ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുക, സേവ് ചെയ്യപ്പെടാനുള്ള വർത്തുണ്ടായിരുന്ന ജീവിതമായിരുന്നു നിൻ്റേതെന്ന്. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഗോ ഓൺ പ്രൂവിങ് ദാറ്റ് യുവർ ലൈഫ് വാസ് വർത്ത് സേവ്ഡ്. ഇതല്ലേ സന്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ കർത്താവ് നിങ്ങളെ രക്ഷിച്ചു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു. അപ്പോൾ നിങ്ങളിനി എന്താ ചെയ്യേണ്ടത്? കർത്താവിന് വേണ്ടി ജീവിക്കുക, ഓരോ ദിവസവും ജീവിക്കുക. സിവിൽ വാർ നടക്കുന്ന സമയത്ത് ഒരാൾ അബ്രഹാം ലിങ്കിനെ സമീപിച്ച് പറഞ്ഞു, എനിക്ക് അമേരിക്കയ്ക്ക് വേണ്ടി മരിക്കണം, എന്നെ ബാറ്റിൽ ഫീൽഡിലേക്ക് വിടുക. അപ്പോൾ അദ്ദേഹത്തെ ഓഫീസ് സെക്രട്ടറിയായിട്ട് നിയമിച്ചു. ഇയാൾക്ക് ദേഷ്യമായി, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയ്ക്ക് വേണ്ടി. അപ്പോൾ അബ്രഹാം ലിങ്കൻ പറഞ്ഞു, മൈ ഡിയർ യങ് മാൻ, ദർ ആർ സോ മെനി പീപ്പിൾ ടു ഡൈ ഫോർ അമേരിക്ക, ഐ വാണ്ട് പീപ്പിൾ ടു ലിവ് ഫോർ അമേരിക്ക. അമേരിക്കയ്ക്ക് വേണ്ടി മരിക്കാൻ ഒരുപാട് പേർ തയ്യാറാണ്, അമേരിക്കയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് എനിക്ക് വേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ പെട്ടെന്ന് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുമെന്നൊക്കെ പറയുന്നത് ഒരു വൈകാരികമായ എക്സ്പ്രഷനാണ്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, കാരണം ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ ചൈതന്യമായിട്ട് മാറുക, സന്ദേശമായിട്ട് മാറുക. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഓരോ ദിവസവും മരിക്കേണ്ടി വരും. നിങ്ങൾ നിരാശയെ കൊല്ലേണ്ടി വരും, നിങ്ങളുടെ അനാവശ്യ കുറ്റബോധത്തെ കൊല്ലേണ്ടി വരും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടി വരും. അതിന് തയ്യാറാണോ? അതിന് തയ്യാറാകാൻ പറ്റാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ട് ബറാബാസ് അവസാനം ഇരുട്ടിൻ്റെ മരണത്തിൻ്റെ വഴിയിലേക്ക് തെന്നി നീങ്ങുന്നത്. ഇപ്പോൾ ചോയ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെയും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് കൊണ്ട് ജീവിക്കാം, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം. ഏതാണ് നിങ്ങളുടെ ചോയ്സ്? നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റുണ്ട്. അതായത് ഈ ഇംപെർഫെക്റ്റ് ലോകത്തിൽ പെർഫെക്ഷൻ വന്നു ചേരുന്നത് പെർഫെക്ഷനായ ദൈവം വന്നു ചേരുമ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കാത്തിരിപ്പാണ് ജീവിതം എന്ന് പറയുന്നത്. നീണ്ട കാത്തിരിപ്പാണ്. കാത്തിരിപ്പിനൊടുവിൽ എപ്പോഴാണ് വെട്ടം വന്ന് ചേരുക പറയാൻ പറ്റില്ല. കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഭയങ്കര ഫിലോസഫിക്കൽ മൈൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവം ഉത്തരത്തേക്കാൾ ഒരു ചോദ്യമാണ്. ദൈവം സമാശ്വാസത്തെക്കാൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അസ്വാസ്ഥ്യമാണ്. ദൈവം ചില നേരങ്ങളിലെങ്കിലും വല്ലാത്ത വെല്ലുവിളിയാണ്. അതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പോൾ എല്ലാ കാര്യത്തിനും ഉത്തരം കിട്ടണം. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും പരിഹാരവും ഉണ്ടാകണം എന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടിയും ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിലോ? അതും വളരെ പ്രധാനപ്പെട്ട സാധനം. ഇതിൽ ബറാബാസ് പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് മാത്രമാണ്. ഇങ്ങനെ നിങ്ങളും ഇടയ്ക്ക് പ്രാർത്ഥിച്ചു പോയിട്ടില്ലേ? ഇടയ്ക്ക് പ്രാർത്ഥിച്ചു പോകുന്ന നമ്മളെല്ലാവരും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ചോദ്യം ചെയ്തു പോകുന്നു, ദൈവമേ എന്നെ വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ. അതൊരു കുഞ്ഞിൻ്റെ പ്രാർത്ഥനയാണ്. അങ്ങനത്തെ പ്രാർത്ഥന നല്ലതാണ്. അത് ദൈവനിഷേധമൊന്നുമല്ല. ദൈവമേ നിന്നെ ഉൾക്കൊള്ളാൻ പോലും എൻ്റെ ഹൃദയത്തിന് ആവുന്നില്ല, നിന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി എൻ്റെ ഉള്ളു വലുതാക്കി തരണമേ എന്നിടയ്ക്ക് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കില്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനും ഒരു ബ്യൂട്ടി ഉണ്ട്. ഇനി അടുത്തത്, ഏറ്റവും വലിയ ദുരന്തം എന്താണ്? ഏറ്റവും വലിയ ദുരന്തം നിങ്ങൾ നിങ്ങളെ തന്നെ കൈവിട്ട് കളയുന്നതാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അതാണ്. വല്ലാതെ അഴുക്ക് വസ്ത്രവുമായിട്ട് ഒരാൾ ഗുരുവിൻ്റെ മുമ്പിൽ വരികയാണ്. ഗുരു, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, തെറ്റിൽ നിന്നും തെറ്റിലേക്ക്, തെന്നി വീഴിൽ നിന്നും വീണ്ടും തെന്നി വീഴലിലേക്ക്,
മടുത്തു, ഇനി നന്നാവില്ല, ഞാനെല്ലാം ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, നിൻ്റെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയെന്ന് കരുതി നീ അലക്കുമ്പോൾ വസ്ത്രത്തിന് അഴുക്കും മാറില്ലേ? ജീവിതം അങ്ങനെയൊക്കെ തന്നെയല്ലേ. കടുകട്ടി വർണ്ണത്തിലാണെങ്കിലും വീണ്ടും അലക്കുകാരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ശുദ്ധി വരില്ലേ, വെണ്മ വരില്ലേ? അപ്പോൾ ഇതൊരു വലിയൊരു ഇൻസൈറ്റാക്കി ജീവിതത്തിൽ കാണണം. ഇപ്പോൾ റിഗ്രറ്റ് മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറി എത്ര വിശുദ്ധരാണുള്ളത്. അഗസ്റ്റിൻ ഇന്ന് നന്നാകണം, പക്ഷെ അതേ ഡയറിയിൽ കുറിച്ചു ഇന്നല്ല നാളെ. സെയിൻറ്റ് അംബ്രോസ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു നാളെയല്ല ഇന്ന് നന്നാകുക. അദ്ദേഹം പിന്നെ നന്നാകാനുള്ള തീരുമാനം എടുത്തു. അവൻ നന്നായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, ദൈവമേ നിന്നെ അറിയാൻ എത്ര വൈകിപ്പോയി. പക്ഷെ അദ്ദേഹം നന്നായി, വൈകിപ്പോയെങ്കിലും അദ്ദേഹം തീരുമാനമെടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ തെറ്റുകൾ തിരുത്താനുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് നന്മ ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ ആക്കിക്കൂടെ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാസ്റ്റ് എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഇനിയും തുടങ്ങാമല്ലോ. റിവേഴ്സ് ഓർഡറിലേക്ക് കൊണ്ടുവരിക. ചില ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയോ, ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച നെഗറ്റിവിറ്റികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, എന്നിട്ട് ഇന്നത്തെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ജീവിതവും നരകതുല്യമാക്കുന്നു സ്വയം മറ്റുള്ളവർക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇന്ന് നേരെ ഒരു പുതിയ തുടക്കം ഇട്ടുകൊണ്ട് ഇനിയുള്ള ജീവിതത്തെ നന്നാക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് കഴിഞ്ഞ ജീവിതത്തെ മുഴുവൻ, കഴിഞ്ഞ താളുകളെ മുഴുവൻ റീറൈറ്റ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ താളുകൾ പോയി എഴുതാൻ ശ്രമിക്കേണ്ട, പുതിയ താളുകളിൽ എഴുതുക. പുതിയ താളുകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പുസ്തകം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഇതാണ് ജീവിതം നൽകുന്ന പാഠം. ഈ പാഠം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. ഇനി അടുത്ത പ്രധാനപ്പെട്ട തീം, ഇതിലെ കുറേ മൈനർ കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ മൈനർ കഥാപാത്രങ്ങൾക്ക് മേജർ റോളുണ്ട്. കാരണം എന്തെന്നറിയോ, ബറാബാസ് ആദിമ ക്രൈസ്തവരുടെ കൂടെ ചേരുകയാണ്. അർത്ഥം തിരഞ്ഞുള്ള യാത്രയാണല്ലോ. അതേ കണ്ടെത്തുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം ഇയാളെ അത്ഭുതപ്പെടുന്നുണ്ട്. അവർ പഠിച്ചിട്ടില്ല, അവർ വലിയ സീക്കേഴ്സ് അല്ല, ഭയങ്കര ബുദ്ധിയുള്ളവരല്ല, പക്ഷെ അവരുടെ ഹൃദയം നിറയെ ഈശോയാണ്. അവർ യേശുവിന് വേണ്ടി ജീവിക്കും, യേശുവിന് വേണ്ടി മരിക്കാൻ അവർ തയ്യാറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു മതം വളർന്നത് ഇവരിലൂടെയാണ്. വലിയ ബുദ്ധിയുള്ള ഭയങ്കര കഴിവുള്ള ആളുകളിലൂടെ അല്ല. ആട്ടിടയന്മാരാണ് ആദ്യം ഈശോയെ സന്ദർശിച്ചത്. പിന്നീട് ഈ ആട്ടിടയ വഴികളിലൂടെയാണ് ഈശോ സംവഹിക്കപ്പെട്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ചില നേരങ്ങളിൽ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധി മാറ്റിവെക്കലായിരിക്കാം. എൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കണ്ട, ബുദ്ധിയില്ലാതെ നടക്കണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ടു ഇൻ്റലിജൻറ്റ്, ടു റാഷണൽ, ടു പ്രാക്ടിക്കൽ, ടു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് ചില നേരത്ത് മാറ്റിവെച്ചിട്ട് ഒരു കുഞ്ഞിനെ പോലെ ആകാൻ സാധിക്കണം. ജോൺ പോൾ രണ്ടാമൻ പാപ്പ ലാൻസിയാനോ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഡയറിയിൽ എഴുതി വെച്ചു, ഒരു കുഞ്ഞാകാൻ എന്നെ പഠിപ്പിക്കണമേ, കുഞ്ഞിൻ്റെ വിശുദ്ധി എനിക്ക് തരണമേ, നിർമ്മലത എനിക്ക് തരണമേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ വളരുന്നതല്ല, കുറച്ചുകൂടി കുഞ്ഞായിത്തീരലാണ് ചില നേരങ്ങളിലെങ്കിലും വിശുദ്ധി. അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ വഴികളിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും കണ്ടെത്തണം. അവസാനമായിട്ട് നിങ്ങളുടെ സഫറിങ്ങിന് അർത്ഥമുണ്ട്. രണ്ട് തരത്തിലുള്ള സഫറിങ് ഉണ്ട്. ഒന്ന് നിങ്ങളെ കൊല്ലുന്ന സഹനം, രണ്ട് നിങ്ങളെ ജീവിപ്പിക്കുന്ന സഹനം. ബറാബാസിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആന്തരിക സംഘർഷം അത് അയാളെ കൊല്ലുന്ന സഹനമായിട്ട് മാറി. ഓരോ ദിവസവും ഓരോ കോശവും മരവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുക? അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്ന എന്തിനോ സമർപ്പിക്കണം, ദൈവത്തിന്. അവിടെയാണ് ഒരാൾ രക്ഷാകരമായ സന്തോഷം കണ്ടെത്തുക. ഇനി ഇതിൽ മരണരംഗം ഉണ്ടല്ലോ ബറാബാസിന്, അപ്പോഴും അയാൾ തന്നോട് തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണനേരത്തും പറയുന്നത്, ഇരുട്ടെ ഞാൻ നിനക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു, ഈശോ എൻ്റെ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ്. ഒരാളുടെ മരണം അയാളുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കമാണെന്ന് പിയർ പസോളിനെയാണ് എഴുതിയത്. സത്യമാണത്. നിങ്ങളുടെ മരണം
അത് ഏത് വിധത്തിലുള്ള മരണമാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കം തന്നെയായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും സുന്ദരമായ മരണം ക്രിസ്തുവിൻ്റെതാണ്. കുരിശിൽ അത്രയ്ക്ക് ക്രൂരമായ നിന്ദ്യമായ മരണം ഏറ്റുവാങ്ങുന്ന സമയത്തും ക്രിസ്തു എന്താണ് പറയുന്നത്? എത്തലസ്തായി. ഈ എത്തലസ്തായി എന്ന ഗ്രീക്ക് പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? എല്ലാം പൂർത്തിയായെന്നാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ആഴമായ അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണ്? എല്ലാ കടം ഞാൻ വീട്ടി, ഞാൻ വിജയിച്ചിരിക്കുന്നു, വിജയിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഒരു വ്യക്തി ലോകം പിടിയുകയാണ്. എന്നിട്ട് എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വരിക. ഇവിടെ ബറാബാസിന് ഒന്ന് വേറൊരു തരത്തിൽ അയാളുടെ ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി തന്നെ മാതാവിൻ്റെ മടിയിൽ ശാന്തനായി ഉറങ്ങുന്ന കുഞ്ഞിനെ എന്ന മട്ടിൽ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി എന്ന മട്ടിൽ മരിക്കാമായിരുന്നു. അതൊരു പോസിബിലിറ്റിയാണ്. പക്ഷേ എല്ലാ പോസിബിലിറ്റിയും എല്ലാവരുടെയും പോസിബിലിറ്റി ആകണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ സ്ട്രഗിളുകളുടെ ആധിക്യം ഒരു പക്ഷം ഈഗോയിസത്തിൻ്റെ ആധിക്യം കൊണ്ടായില്ലേ? അപ്പോൾ ഞാൻ അപ്രത്യക്ഷനാകുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നു, എൻ്റെ വഴി ഇല്ലാതാവുമ്പോൾ ദൈവത്തിൻ്റെ വഴി തുടങ്ങുന്നു. എന്നെ വിട്ടുപേക്ഷിക്കാനാണല്ലോ വലിയ പ്രശ്നം. അപ്പോൾ മരണം എന്നൊക്കെ പറയുന്നത് എന്നെ വിട്ടുപേക്ഷിക്കലാണ്. അങ്ങനെ സാധിക്കുമോ? അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ജോൺ ഓഫ് ദ ക്രോസ് അവസാനം പറഞ്ഞതുപോലെ ചുറ്റിലും ഞാൻ പൂക്കൾ കാണുന്നു, പൂക്കൾ പൂക്കൾ പൂക്കൾ. അങ്ങനെ പറഞ്ഞ് ഈ ലോകം പിടിയുവാൻ എനിക്ക് സാധിക്കുമോ? ചെറിയ ചോദ്യമല്ല, വലിയ ചോദ്യമാണ്. ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തുക. എങ്ങനെയായിരിക്കും ഞാൻ മരിക്കുക? എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുക? ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തു ഭാവമാണോ, യൂദാസിൻ്റെ ഭാവമാണോ, ബറാബാസിൻ്റെ സന്ദേഹഭാവങ്ങളാണോ? ഉത്തരം സ്വയം കണ്ടെത്തുക. നല്ല യാത്ര നേരുന്നു.